പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 24 മുതൽ 25 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ ഇങ്ങനെയാണ് തിരുവചനം സംസാരിക്കുക. അവൻ എഴുന്നേറ്റ് നിന്ന് കാറ്റിനെയും തിരകളെയും ശാസിച്ചു. അവ നിലച്ചു, ശാന്തതയുണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസം എവിടെ? കൊടുങ്കാറ്റിൽ ആടി ഉലയുന്ന വഞ്ചിയിൽ വെള്ളം കയറുന്നത് കണ്ട് ഭയന്നു നിലവിളിച്ച ശിഷ്യന്മാരോട് ഈശോ ചോദിക്കുന്ന ചോദ്യം ഏറെ ശ്രദ്ധേയമാണ്. നിങ്ങളുടെ വിശ്വാസം എവിടെ എന്നാണ് ഈശോ ചോദിക്കുക. നിങ്ങൾക്ക് വിശ്വാസമില്ലേ എന്ന് ചോദിക്കാതെ നിങ്ങളുടെ വിശ്വാസം എവിടെ എന്നായിരുന്നു ഈശോ ചോദിച്ചത്. ഉള്ളിൽ ഉണ്ടാകേണ്ട വിശ്വാസത്തെ നിങ്ങൾ ഈരമ്പുന്ന കടലിലേക്ക് വലിച്ചെറിഞ്ഞോ എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. നമ്മളും ഉള്ളിൽ ഉണ്ടാകേണ്ട വിശ്വാസത്തെ നമ്മുടെ പ്രശ്നങ്ങളിലേക്ക്, ഭയത്തിലേക്ക്, ഉത്കണ്ഠകളാകുന്ന കടലിലേക്ക് വലിച്ചെറിയുവാനായി ശ്രമിക്കും. അവിടെ ഈശോ നമ്മളോടും ചോദിക്കുന്ന ചോദ്യം ഇതുതന്നെ: നിന്റെ വിശ്വാസം എവിടെ? ഇന്ന് നമ്മുടെ ജീവിതമാകുന്ന വഞ്ചിയിൽ സർവശക്തനായ കർത്താവ് യാത്ര ചെയ്യുന്നുണ്ട്. ആ കരങ്ങളിലാണ് നമ്മുടെ ജീവിതം. അവിടുന്നാണ് എല്ലാറ്റിൻ്റെയും ആദിയും അന്ത്യവും എന്ന് തിരിച്ചറിയുക. നമുക്കും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട്, ഈശോയിൽ പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് അവിടത്തേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളെയും ശാന്തമാക്കുവാൻ സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നമുക്കും പ്രത്യാശ അർപ്പിക്കാം. ഈശോ നമ്മുടെ ജീവിതമാകുന്ന വഞ്ചിയിൽ യാത്ര ചെയ്യുന്നു എന്നുള്ള ബോധ്യത്തിലായിരുന്നുകൊണ്ട് നമ്മുടെ ജീവിതം മുഴുവനെയും ഈശോയ്ക്ക് കൊടുക്കാം. അവിടുത്തെ കരങ്ങൾ നമ്മളെ രക്ഷിക്കുവാൻ ശക്തമാണെന്ന് തിരിച്ചറിയുക. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.